ഇച്ചിറോ ഇനുയാഷിക്കി 58 വയസ്സുള്ള ഒരു സാധാരണ മനുഷ്യൻ. വീട്ടിൽ ആരും അദ്ദേഹത്തെ വിലമതിക്കുന്നില്ല. ഓഫീസിൽ ബഹുമാനമില്ല. ജീവിതം മുഴുവൻ ഒറ്റപ്പെടലാണ്. അതിനിടെയാണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നും ഇനി അധിക നാൾ ജീവിച്ചിരിക്കില്ലെന്നും ഡോക്ടർമാർ പറയുന്നത്. ജീവിതം അവസാനിച്ചുവെന്ന് കരുതിയ ആ രാത്രി ആകാശത്ത് നിന്ന് വന്ന ഒരു ദുരൂഹ സ്ഫോടനത്തിൽ ഇനുയാഷിക്കിയും ഹീറോ എന്ന ഒരു കൗമാരക്കാരനും കൊല്ലപ്പെടുന്നു. പക്ഷേ ആ സ്ഫോടനം സൃഷ്ടിച്ച അന്യഗ്രഹ ജീവികൾ അവരുടെ തെറ്റുമറയ്ക്കാൻ ഇരുവരെയും അത്യാധുനിക യന്ത്രശരീരങ്ങളായി പുനർനിർമ്മിക്കുന്നു. പുറമേ മനുഷ്യർ തന്നെ, പക്ഷേ ഉള്ളിൽ അതിശക്തരായ റോബോട്ടുകൾ. അടുത്ത ദിവസം ഇനുയാഷിക്കി തൻ്റെ പുതിയ ശക്തികൾ തിരിച്ചറിയുന്നു. ആകാശത്ത് പറക്കാം, നിമിഷങ്ങൾക്കകം രോഗികളെ സുഖപ്പെടുത്താം, ശരീരത്തിൽ നിന്ന് ഭീകരമായ ആയുധങ്ങൾ പുറത്തെടുക്കാം. ഇത്രയും ശക്തി കിട്ടിയിട്ടും അദ്ദേഹം അത് സ്വന്തം ലാഭത്തിനല്ല ഉപയോഗിച്ചത്. രോഗികളെ രക്ഷിച്ചു, കുറ്റവാളികളെ തടഞ്ഞു, ആരും അറിയാത്ത ഒരു യഥാർത്ഥ ഹീറോയായി മാറി. എന്നാൽ ഹീറോയുടെ വഴി വേറെയായിരുന്നു. ആദ്യമേ വെറുമൊരു കൗതുകത്തിന് ആളുകളെ കൊല്ലാൻ തുടങ്ങി. പിന്നീട് ഒരു കുറ്റബോധവുമില്ലാതെ മുഴുവൻ കുടുംബങ്ങളെയൊക്കെ നിമിഷങ്ങൾക്കകം ഇല്ലാതാക്കാൻ തുടങ്ങി. അവന് മനുഷ്യജീവനെ ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലോകത്തിനു മുന്നിൽ രണ്ട് അതിശക്തരായ യന്ത്രങ്ങൾ. ഒരാൾ മനുഷ്യരെ രക്ഷിക്കാൻ പോരാടുന്നു, മറ്റൊരാൾ മനുഷ്യരെ നശിപ്പിക്കാൻ. ഹീറോയുടെ കൊലപാതകങ്ങൾ രാജ്യമൊട്ടാക്കി പടരുമ്പോൾ പോലീസിനും സൈന്യത്തിനും അവനെ തടയാൻ കഴിയുന്നില്ല. വെടിയുണ്ടകൾക്കും മിസൈലുകൾക്കും അവനോട് ഒന്നും ചെയ്യാനാകില്ല. ഒടുവിൽ ഇനുയാഷിക്കി ഹീറോയെ നേരിടുന്നു. ആകാശത്ത് നടക്കുന്ന ആ പോരാട്ടത്തിൽ കെട്ടിടങ്ങൾ തകരുന്നു. സ്ഫോടനങ്ങൾ നഗരം മുഴുവൻ കുലുക്കുന്നു. സ്വന്തം ജീവൻ പോലും നോക്കാതെ അദ്ദേഹം ബഹിരാകാശത്തേക്ക് പറക്കുന്നു. തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഹീറോയെ തകർത്തു. ഭൂമിയിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നു. ജീവിതം മുഴുവനും ആരാലും വിലമതിക്കപ്പെടാത്ത ആ മനുഷ്യൻ അവസാനം ലോകത്തെ രക്ഷിച്ച യഥാർത്ഥ ഹീറോയായി മാറുന്നു.